ചേട്ടാ, ചേട്ടൻ ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ ശ്രദ്ധിക്കപ്പെട്ടു. ഈ മെൻസസ് സ്റ്റേറ്റ് കൃത്യമായിട്ട് വരാതെ ബുദ്ധിമുട്ട് വരിക, അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് അതിൻ്റേതായ പ്രശ്നങ്ങളായിട്ട് വർഷങ്ങളോളം പോകുന്നവരുണ്ടെന്ന് പറഞ്ഞു. ശരിക്കും ഇത് കൂടോത്രം അങ്ങനത്തെ ദോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണോ വരുന്നത്? ശരി. അതായത് 3, 4, 5 വർഷമായിട്ട് മെൻസസ് നിൽക്കാത്ത കുറേ കേസുകൾ ഞാൻ കൈകാര്യം ചെയ്യുന്ന, പീരിയഡ്സ് റെഗുലർ ആവാത്ത സ്ത്രീകൾ ഞാൻ കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് PCODയുടെ പ്രശ്നമൊക്കെയാണെന്ന്. ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വർഷങ്ങളായിട്ട് പീരീഡ്സ് നിൽക്കുന്നില്ല, നിങ്ങൾക്ക് പീരീഡ്സ് കൃത്യമായിട്ട് വരുന്നില്ല എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോയിട്ട് ഒരു ഗൈനിക്കിനെ പോയി കാണുക. എന്നിട്ട് മാറുന്നില്ലെങ്കിൽ നല്ല ഡോക്ടേഴ്സിനെ പോയി കൺസൾട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെക്കപ്പ് ചെയ്യുക. അതുമല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു സൈക്കോളജിസ്റ്റിനും സൈക്കാട്രിസ്റ്റിനും പോയി കാണുക. മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും പിരിമുറുക്കങ്ങളും സ്ത്രീകളുടെ പീരീഡ്സിനെ ബാധിക്കാറുണ്ട്. ഇതെല്ലാം കഴിയൂലോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാറ്റം വന്നില്ലെങ്കിൽ മാത്രം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ കുടുംബജീവിതം തകർക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് നല്ലൊരു ശത്രുവുണ്ട്. എന്താ? കാരണം നിങ്ങൾ നിൽക്കുന്ന പോസ്റ്റ് ആഗ്രഹിക്കുകയോ നിങ്ങൾ ഉയർന്നു നിൽക്കുന്ന നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ അവിടെ നിന്ന് നിർത്തി പോവുകയോ, ചിലപ്പോൾ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ ഓഫീസിൻ്റെ അകത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് നിങ്ങൾ നന്നായിട്ട് പെരുമാറുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലബ്ബിലോ അല്ലെങ്കിൽ നിങ്ങൾ സ്പോർട്സ് പരമായിട്ട്, നിങ്ങൾ കലാപരമായിട്ട് നിങ്ങൾ തിളങ്ങി നിൽക്കുന്ന ഒരാളായിരിക്കും. നിങ്ങളുടെ വീഴ്ച മറ്റു പല ആളുകൾക്കും സന്തോഷം ലഭിക്കും. നിങ്ങളുടെ വീഴ്ച മറ്റു പല ആളുകൾക്കും നിങ്ങളുടെ പകരക്കാരി ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ വീഴ്ത്തണം. എന്ത് ചെയ്യാൻ പറ്റും? അതിന് നിങ്ങൾക്ക് കൈവിഷം പോലെയുള്ള കൂട്ടുകൾ നിങ്ങൾക്ക് ഭക്ഷണത്തിലോ പഴത്തിലോ ഈ പറയുന്ന പാൽപ്പായസത്തിലോ ഉണ്ണിയപ്പത്തിലൊക്കെ നിങ്ങൾക്ക് വെച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സാധനം കഴിക്കും. കഴിച്ച് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഈ കൂട്ടിലൊപ്പം തന്നെ തകിടുകളോ നാണയങ്ങളോ ചരടുകളോ എന്തെങ്കിലും നിങ്ങളുടെ വണ്ടിയുടെ അകത്തോ നിങ്ങളുടെ ബാഗിൻ്റെ അകത്തോ നിങ്ങളുടെ എവിടെയെങ്കിലും ഈ സാധനം കാണും നിങ്ങൾക്ക്. ഇത് രണ്ടും കൂടി ഒരുമിച്ചായിരിക്കും നിങ്ങൾക്ക് ചെയ്യുന്നത്. ഈ സാധനം ചെയ്ത് കഴിയുമ്പോൾ പല സ്ത്രീകൾക്കും പറ്റുന്നൊരു പറ്റെന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് പീരീഡ്സ് മുഴുവനും തെറ്റും, അല്ലെങ്കിൽ അസഹനീയമായ വയറുവേദന. ഞാൻ വീണ്ടും പറയുന്നു, ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അത് മാറിയില്ലെങ്കിൽ മാത്രമേ ഞാൻ പറയേണ്ട കാര്യം കേൾക്കാവൂ. ഇല്ലെങ്കിൽ പീരീഡ്സ് നിൽക്കുകയില്ല. ഒരു സ്ത്രീക്ക് ഒരു ഓഫീസിലെ ഒരു സ്ത്രീ മാനേജറാണ്. ഈ മാനേജർ ആ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിന് പകരം വരാൻ പറ്റുന്ന ഒരാളെ ഓഫീസിൽ എന്തെങ്കിലും ഉണ്ടാവും. ശമ്പളം കൂടുതൽ കിട്ടും. അതല്ലെങ്കിൽ ഈ മാനേജറെ പറഞ്ഞു വിടണം. കാരണം ഈ മാനേജർ ഭയങ്കര സ്ട്രിക്റ്റാണ്, എല്ലാവരോടും പണിയെടുപ്പിക്കും. അതും ഇങ്ങനത്തുള്ള മാനേജേഴ്സിനെ ഓഫീസിലുള്ള സ്റ്റാഫുകൾക്ക് ഇഷ്ടമല്ലല്ലോ. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് തന്ന പണിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? പീരീഡ്സ് നിൽക്കുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റും? ആലോചിക്കുക. ഒരു സ്ത്രീയുടെ പീരീഡ്സ് നിന്നില്ലെങ്കിൽ ആ സ്ത്രീയുടെ മാനസികാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ എന്തായിരിക്കും? ഭയങ്കര പ്രശ്നമായിരിക്കും. അഗ്രസീവായിരിക്കും, തകർത്ത് തരിപ്പടാക്കി കളയും. ഒരാളോട് സംസാരിക്കാൻ പറ്റില്ല, ബിഹേവിയർ ഇഷ്യൂ വരും, കഠിനമായ തലവേദന, വയറുവേദന, ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല. ആ സ്ത്രീയുടെ എല്ലാ രീതിയിലുമുള്ള മാനസികമായ തകരാറിനും ഈ ഒറ്റ വിഷയം കൈകാര്യം ചെയ്യും. എത്ര രൂപ പോകും? അവസാനം ഈ സ്ത്രീ പറയും, എനിക്ക് ജോലിയല്ല, എനിക്ക് എൻ്റെ ആരോഗ്യമാണ് വേണ്ടത്. ബ്ലഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തളർന്ന് വീഴും. എന്ത് ചെയ്യും? ഈ കർമ്മം ചെയ്തു വയ്ക്കുന്നതുകൊണ്ടാണ്. ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. നിങ്ങൾ എത്ര ടെസ്റ്റ് ചെയ്താലും, നിങ്ങളിനി എവിടെ പോയി പരിശോധിച്ചാലും ഇതിൻ്റെ ഉറവിടം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല. അങ്ങനെ കണ്ടെത്താൻ പറ്റാത്ത കേസുകളെ പറ്റിയിട്ട് മാത്രമായിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലാത്ത കേസുകളൊക്കെ ഉണ്ട്. മരുന്ന് കഴിച്ചാൽ PCOD ആണെങ്കിലും മറ്റു പല ഇഷ്യൂ ആണെങ്കിലും സ്ട്രെസ് റിലേറ്റഡ് ആണെങ്കിലും ഒക്കെ അല്ലാതെ കഴിച്ചാൽ നമുക്ക് മാറാൻ പറ്റും. ഇതൊന്നും മാറാത്ത കേസുകളെ പറ്റിയിട്ട് ഞാൻ പറയുന്നത്. എത്ര പേരാണ് എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ എടുക്കുന്നത് ഈ പ്രശ്നങ്ങൾ ബാധിച്ച് വന്ന ആളുകൾക്ക്? കാരണം എന്നാ, അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ജീവിതം തകർന്നു പോയി. കുടുംബജീവിതം ജീവിക്കാൻ പറ്റുമോ? ഒരു സെക്ഷൽ ലൈഫ് അവർക്ക് ഉണ്ടാവുമോ? കുഞ്ഞുങ്ങളായിട്ടൊരു 10 മിനിറ്റ് ഇരിക്കാൻ പറ്റുമോ? അവർക്കൊന്ന് നടക്കാൻ പറ്റുമോ? അവർക്കൊരു യാത്ര ചെയ്യാൻ പറ്റുമോ? അവർക്കൊരു സിനിമ കാണാൻ പറ്റുമോ? 3 മണി ഇന്ന് ആലോചിച്ച് നോക്കി. എപ്പോഴെല്ലാം ഇതെല്ലാം ഇവർ മാറ്റിക്കൊണ്ടിരിക്കണം. എന്ത് അവസ്ഥയായിരിക്കണം? എന്ത് ഭീകരമായ അവസ്ഥയായിരിക്കണം ഈ അവസ്ഥ? നമ്മൾ കാണുന്നത് മാത്രമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ബ്ലാക്ക് മാജിക് കൊണ്ടോ ഈ പറയുന്ന കർമ്മങ്ങൾ കൊണ്ടോ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്താണ് ഞാൻ പറയുന്നത്, ബ്ലാക്ക് മാജിക്കായിട്ട് ബന്ധമില്ലാത്ത ഈ പറയുന്ന കൈവിഷക്കൂട്ടുകൾ എന്ന് പറയുന്നത് പ്യുവർലി കെമിക്കലാണ്. അതിന് ബ്ലാക്ക് മാജിക്കായിട്ട് ബന്ധമില്ല. ഈ പ്യുവർ കെമിക്കൽ നിങ്ങളുടെ ബോഡിയിലോട്ട് ചെല്ലുകയും അറ്റ് എ ടൈം നിങ്ങളുടെ ചക്രകളെയും നിങ്ങളുടെ എനർജികളെയും ബ്ലോക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ തകർന്ന് തരിപ്പിടമാവും രാജേഷ്. ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇത്രത്തോളം പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് നിങ്ങൾ നല്ലൊരു കൺസൾട്ടേഷനോ നല്ലൊരു കൗൺസിലിംഗ് എന്തെങ്കിലും സാധനം എടുത്തിട്ട് നിങ്ങൾ ബെറ്ററായിട്ട് നിങ്ങൾ നോക്കണം. നിങ്ങളുടെ എനർജിയിൽ എന്താണ് ഇഷ്യൂ, എന്താണ് സംഭവിക്കുന്നത്, എന്താണ് പ്രശ്നം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. നോക്കിയില്ലെങ്കിൽ എന്ത് പറ്റും? നിങ്ങളുടെ ജീവിതം പോവും, നിങ്ങളുടെ പ്രൊഫഷൻ പോവും. വർഷങ്ങളോളം പണിയെടുത്ത് വർഷങ്ങളോളം പഠിച്ചിട്ടായിരിക്കും നിങ്ങൾ നിലയിലെത്തിയത്. ഒരു നിമിഷം കൊണ്ട് തകർന്നു പോകും. നമ്മുടെ സമൂഹത്തിൽ നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക, നമ്മുടെ സമൂഹം നല്ല ബോൾഡായിട്ട് ഇരിക്കുക, ഒരു ഓഫീസിൻ്റെ അകത്തുനിന്ന് എല്ലാവരോടും പണിയെടുക്കാൻ പറയുക,
ഇത് മതി ശത്രുതയ്ക്ക്. വേറെ ഒന്നും വേണ്ട. ഇവിടെ വൃത്തികെട്ട സ്വഭാവമുള്ള ആളുകൾക്കും മോശം ബിഹേവിയറുള്ള ആളുകൾക്കും ഒന്നല്ല ശത്രുത. നന്നായി ജീവിക്കുന്ന ആളുകൾക്കാണ്, സമാധാനപരമായി ജീവിക്കുന്ന ആളുകൾക്കാണ്, ഒരാളെ ഉപദ്രവിക്കാത്ത ആളുകളാണ് ഇവിടെ എല്ലാവരുടെ ശത്രു. കാരണം എന്താ? അവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടുന്നില്ല, അവരുടെ വൃത്തികേടുകൾക്ക് നമ്മൾ കുട പിടിക്കുന്നില്ല, അവരുടെ കൂടെ നമ്മൾ നടക്കുന്നില്ല. ഇത് നമ്മളോട് ശത്രുത ഉണ്ടാക്കാനുള്ള കാരണമോ ആളുകൾക്ക്? കാരണം എന്താവോ? അവൻ്റെ അഹങ്കാരം, അവൻ്റെ ജാട, ഒരുപാട് റീസണൊന്നും വേണ്ട ഇതിൻ്റെ അകത്ത്. എത്ര മാനേജേഴ്സിനെന്ന് പറയുമ്പോൾ ഈ പ്രശ്നം സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ, കലാപരമായ മേഖലയിൽ ഈ പ്രശ്നം ഭയങ്കര കൂടുതലാണ്. മൊത്തം എങ്ങനെയെങ്കിലും ആളുകളെ നശിപ്പിക്കുക, എങ്ങനെയെങ്കിലും ആളുകളെ ഇല്ലാണ്ടാക്കുക, എങ്ങനെയെങ്കിലും അതങ്ങ് തകർത്ത് തരിപ്പണമാക്കുക, എങ്ങനെയെങ്കിലും അവരുടെ സന്തോഷങ്ങളെ ഇല്ലാണ്ടാക്കി നശിപ്പിച്ച് കളയുക, അതിലൂടെ സന്തോഷം കാണുക, അതിലൂടെ ജയിക്കുക. ഇത് ചെയ്തു കൊടുക്കാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ കടന്നു പോകുന്ന മേഖലയാണെങ്കിൽ നമുക്കത് പറഞ്ഞേ പറ്റൂ. ഇത്തരം വൃത്തികേടുകൾ, മനുഷ്യരുടെ ജീവിതം തകർത്ത് കളയുന്ന, അവരുടെ ലൈഫ് കളയുന്ന കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇതൊക്കെ കേരളത്തിലാണോ? കേരളത്തിൽ തന്നെയാണ്. കേരളത്തിൽ മാത്രമല്ല, ഞാൻ ഓൾ ഇന്ത്യ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇതിൻ്റെ അക്രമം അപ്പുറത്തുണ്ട്. കേരളത്തിലും അതുകൊണ്ട്. ഇത് പ്രബുദ്ധ കേരളമൊന്നുമല്ല. ഇതിപ്പോഴും ഇതിനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്താണ് ഇതെന്ന്? ഇല്ല, ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങളുടെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ നിങ്ങളുടെ കൂട്ടുകാരോ ആരാണെന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളുടെ ജീവിതം സന്തോഷിച്ച് ജീവിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമല്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കാതെ, നിങ്ങൾ ആളുകളെ വിശ്വസിക്കാതെ, എന്നുവെച്ചാൽ എല്ലാവരും അവിശ്വസിക്കാനോ എല്ലാവരും വേദനിപ്പിക്കാനോ അല്ല നിങ്ങൾ പറയുന്നത്. നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് പറ്റിയിരിക്കും. നിങ്ങൾ അല്ലെങ്കിൽ അത്രയും കണ്ട് നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ തിരിച്ചറിയുന്ന ഒരാളെ നിങ്ങൾക്ക് വേണ്ടി വിശ്വസിക്കാം. അതല്ലാതെ വഴിക്കൂടെ പോകുന്ന ആളുകളെയും കൂടെ നടക്കുന്ന ആളുകളെയും ഇന്നലെ കണ്ട ആളുകളൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങളെ പറ്റിക്കും. കാരണം അത്രയും മനുഷ്യരെ കാണുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇത് പബ്ലിക്കിൽ നിന്ന് പറയുമ്പോൾ എനിക്കറിയാം ഇതെന്താ നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നത്. എൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാർ തന്നെ അങ്ങനെയല്ല. അങ്ങനെ ആവാതിരിക്കട്ടെ, പ്രാർത്ഥിക്ക്. അത്ര ഞാൻ പറയുള്ളൂ. അങ്ങനെ അല്ല എന്നൊന്നും നിങ്ങൾ പറയണ്ട. അതിനുള്ള ഒരു തെളിവും നിങ്ങളുടെ കയ്യിലില്ല. അങ്ങനെ ആവാം, അങ്ങനെ ആവാതിരിക്കാം. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. ചേട്ടാ, ഇതിൽ നിന്നിപ്പോൾ ഒന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീകൾ ശരിക്കും എന്താ ചെയ്യേണ്ടത്? ഒന്ന്, നിങ്ങൾ ഇത് തന്നെയാണോ എന്ന് നിങ്ങൾ കൺഫേം ചെയ്യുക. എങ്ങനെയാണ് കൺഫേം ചെയ്യുക? അപ്പോൾ ഈ പീരീഡ്സ് നിൽക്കാത്ത സ്ത്രീയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഗൈനിക്കിനെ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ഗൈനിക്കിനെ പോയി കാണുക. നിങ്ങൾ ഫുൾ ടെസ്റ്റുകൾ ചെയ്യുക, ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ ഓർഗൻസുമായി ബന്ധപ്പെട്ട്, യൂട്രസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയാലോ? അതില്ല. അടുത്തത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ജനറ്റിക്കായിട്ട് എന്തെങ്കിലും പ്രോബ്ലം കൂടി ഉണ്ടോ എന്ന് നോക്കണം. ഇത് പാരമ്പര്യമായിട്ട് ചിലപ്പോൾ വരാം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. അതുമില്ലാന്ന് കരുതുക. ഇതില്ലാന്ന് കണ്ട ഒരു കൺസൾട്ടേഷനോ ഒരു പ്രോസസ്സിലോട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ചിലപ്പോൾ ഭൂരിപക്ഷം ആളുകൾക്കും ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആവും ഈ കാര്യം. കൃത്യമായി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി പ്രാക്ടീസ് ചെയ്ത് ആ എനർജീനെ ബോഡിയിൽ നിന്ന് റിലീസ് ചെയ്ത് കളയണം. കളയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം വരും. നിങ്ങളുടെ മൊത്തം ചേഞ്ച് ആവും. മനസ്സിലാവുന്നുണ്ടോ? പരീക്ഷിച്ച് നോക്കാമല്ലോ. നമ്മൾ ഈ രക്തം വാർന്ന് ജീവിക്കുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യം നോക്കുന്നത്. പക്ഷേ ആദ്യം മെഡിക്കൽ കാര്യങ്ങൾ മാത്രം നോക്കിയതിന് ശേഷം മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കാവൂ നമ്മൾ.